ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ പറയാൻ പോകുന്നത് തങ്കലായ് എന്ന സിനിമയുടെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന ചിയാൻ വിക്രം, പാർവതി തിരുവോരത്ത്, പിന്നെ തിരുവോത്ത്, അങ്ങനെ എന്തോആണ് പേര് കേട്ടിട്ടില്ല. പിന്നെ മാളവിക മോഹനൻ, പശുപതി എന്നിവരൊക്കെ അഭിനയിച്ച ഒരു പടമാണ് തങ്കലായ്. പടം ഡയറക്റ്റ് ചെയ്യുന്ന രഞ്ജിത്താണ്. കാല എന്ന് പറയുന്നൊരു പടം ഡയറക്റ്റ് ചെയ്ത ആളാണ്. കാലാകരികാലൻ അടിപൊളി പടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുണ്ട്, മറ്റേ സർപ്പട്ട പരമ്പര, ആ പടവും ഉണ്ട്, ഡയറക്റ്റ് ചെയ്ത ഇദ്ദേഹമാണ്. പിന്നെ രണ്ടും നല്ല പടങ്ങളാണ്, വേണമെങ്കിൽ എടുത്ത് കാണാൻ. കപാലി ഇങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ എനിക്കറിയില്ല, കറക്റ്റായിട്ട് മറന്നുപോയി, അതുകൊണ്ടാണ്. ആ പടം എങ്ങനെയുണ്ട് ചോദിച്ചോ, വേറെ ലെവല് പടം, ഒരു രക്ഷയില്ല. ഇന്ന് 1:30ക്കാണ് പടം കാണാൻ, ഇന്നല്ല 9:30ക്കാണ് കാണാൻ സിനിമ കാണാൻ പോയത്. എന്നിട്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി. എന്നാലും പടം വേറെ 12:30 ആയി. വേറെ ലെവല്. ചിയാൻ വിക്രത്തിൻ്റെ കംബാക്ക്, നായകനായിട്ടുള്ളൊരു കംബാക്കാണ് കൊടുത്തിരിക്കുന്നത്. കോബ്ര എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. അത് കഴിഞ്ഞ് പൊന്നിയിൻ സെൽവൻ വന്നു കഴിഞ്ഞു, പിന്നെ 2 ഇറങ്ങി. 2 ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അതിന് ശേഷം നോക്കുമ്പോൾ ഒരു കംബാക്കാണ്, ഒരു കംബാക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് നാൾക്ക് ശേഷം, ഒരുപാട് നാൾക്ക് ശേഷം അങ്ങനെ ഒരു കംബാക്ക് എടുത്തിട്ടുണ്ട്. ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്, എന്താ പറയാനുള്ളൂ. പിന്നെ പാർവതി ഉള്ളൊഴുക്കുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല, പടം ഓൾറെഡി വന്നതെന്ന് എനിക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണം. പിന്നെ മാളവിക നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പശുപതി ഏട്ടനാണ്. പശുപതി കുഴപ്പമില്ലാത്തൊരു അഭിനയം ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ വില്ലൻ എന്തോ ഡാനിയല്ലേ, എന്തൊരു അങ്ങനെ പേരുള്ള ഒരാളാണ്. വില്ലൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ആവറേജ് വില്ലനാണ്. ഈ ക്യാപ്റ്റൻ മില്ലർ എനിക്ക് ആവറേജ് ആയിട്ട് തോന്നാൻ കാരണം ആ സിനിമയിൽ വില്ലനിസമായിരുന്നു എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടാതിരുന്ന. പിന്നെ മറ്റേ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു അതിഥി ബാലനെ കൊണ്ടുവന്നതും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതുപോലെ ഉണ്ട് ഇതിൻ്റെ വില്ലൻ ഡാനിയല്ല അങ്ങനത്തെ പേരാണ് കേട്ടോ. ആള് എന്താ കാണിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മാതിരി ആവറേജ് വില്ലനാണ്. നിങ്ങൾക്ക് അത് അയാളെ കണ്ടിട്ട് എന്ത് തോന്നിയെന്നൊന്നും എനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ആവറേജ് വില്ലനായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രഫി പൊളിച്ചടുക്കി. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ശ്രദ്ധിച്ചിട്ടില്ല. പ്രൊഡ്യൂസേഴ്സ് ആരാണ് പ്രൊഡ്യൂസർ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവർ നല്ലോണം പൈസ മുടക്കിയിട്ടുണ്ട് ഈ പടത്തിന് എന്നുള്ളത് നല്ലോണം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് പൊളിച്ചടുക്കി, ക്യാമറ വർക്ക് പൊളി. പിന്നെന്താ DOP പൊളിച്ചടുക്കി. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇതായിട്ട് ഞാൻ പറയാത്തൊരു സംഭവമാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അത് നല്ലൊരു സ്റ്റണ്ട് ചെയ്തത് ആരാന്ന് എനിക്കറിഞ്ഞൂടാ, അവരും മര്യാദയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പറ്റി പാമ്പിനെ ഇങ്ങനെ പിടിച്ചിട്ട് 2 കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ കൊല്ലുന്ന സീനുണ്ട്. ആ സീനൊക്കെ പൊളിച്ചടക്കി. അമ്മാതിരി വിഷ്വൽസ് ചെയ്യാൻ പാരഞ്ജിത്ത് ശ്രമിച്ചിട്ടുണ്ട്. പാരഞ്ജിത്തിൻ്റെ അവസാനം ഇറങ്ങിയതായിരുന്നു ഒരു കാളിദാസനെ വെച്ചൊരു പടം ചെയ്തിരുന്നു. അത് അത്രയ്ക്ക് ശോകമായിരുന്നു, കട്ട ശോകം പിടിച്ച സിനിമയായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ, എൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ട് മറന്നുപോയി ഇടയ്ക്ക്. അത് അത്രയും ശോകം പിടിച്ച സിനിമയാണ്. അത് ശോകമല്ല, ആവറേജ് പടമാണ്. ആവറേജ് പടമാണ്. അതിനുശേഷമുള്ളൊരു കംബാക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ പാരഞ്ജിത്ത് മാക്സിമം നോക്കിയിട്ടുണ്ട്, ഈ പടം ജയിപ്പിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഒരു മിനിറ്റ്, JV പ്രകാശാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പോളി മ്യൂസിക്, പാട്ട് ശോകമാണ്, പക്ഷെ BGM താറുമാറ് തക്കറുമാറ് വേറെ ലെവൽ BGM ആക്കി വെച്ചിട്ടുണ്ട്. അവസാനം അങ്ങനെ മ്യൂസിക് ചെയ്തില്ല, മറന്നു കേട്ടോ ഗൈസ്.
എനിക്ക് സംശയിച്ചാണെങ്കിൽ റിബെല്ലാണെന്ന് തോന്നുന്നു. റിബെല്ല് സോങ്സ് വരുന്നു, പക്ഷെ BGM നല്ല ഇട്ടുണ്ടായിരുന്നു. എന്തായാലും ആട്ടെ, അതിനെ വെച്ചൊന്നും പറയാൻ തരുന്ന വേദം. പിന്നെ പിന്നെ അങ്ങനെ സോങ്സ് ചെയ്തത് അവസാനം അതെന്ന് ഞാൻ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ മറന്നുപോയി ഗൈസ്. പ്ലാൻ ചെയ്തത് എന്നാലും വെൽ ഡൺ GVPK എന്ന് എത്ര പറയാനുള്ളു. പിന്നെ വേറൊന്നും പറയാനില്ല. പടം കണ്ടവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ അഭിപ്രായം പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പിന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വെസ്കസ്. പക്ഷേ ഇനി ഡബിൾ സ്മാർട്ട്.